നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള ആലപ്പുഴ ജില്ലയിലെ പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പം കൊല്ലം ജില്ലയിൽ ഓച്ചിറ തെക്കേ സിഗ്നലിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരുന്നത്. ഇത് കാണിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ മുതൽ ഓച്ചിറ വരെയുള്ള ഒരു വീഡിയോ കാറിനകത്തിരുന്ന് ചെയ്തപ്പം ഈ ഒരു ഭാഗത്തെ ദൃശ്യങ്ങൾ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഗ്രൗണ്ട് വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗത്തെ. അപ്പോൾ ഏകദേശം ഇത്രയും കോൺക്രീറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് ഏകദേശം ഒരു 25 തൊട്ട് 30 സെൻറ്റിമീറ്റർ കനത്തിലായിട്ടാണ് ഇപ്പം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഓച്ചിറ അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറച്ച് ഫിനിഷായ ഭാഗത്ത് നിന്ന് നേരെ കായംകുളത്തോട്ട് പോവുകയാണ്. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുള്ള പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളത്തോട്ട് പോകേണ്ട വാഹനങ്ങളും കായംകുളത്തു നിന്ന് കരുനാഗപ്പള്ളിയിലോട്ട് പോകേണ്ട വാഹനങ്ങളും ഇപ്പം നമ്മൾ ഓച്ചിറ പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തൂടെ കടന്നു പോകുന്ന റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതു ഭാഗത്തായിട്ടാണ് ഇപ്പം കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള പണി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ വലിയ പണിയൊന്നും ഫിനിഷായിട്ടില്ല. വലതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് പണിയും ഫിനിഷായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ചും കൂടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെറ്റിലൊക്കെ പുതിയതായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തെ ടാർ ചെയ്തിരിക്കുന്നത് അത് നേരത്തെ ടാർ ചെയ്ത ഭാഗമാണ് നമ്മളിപ്പം കാണുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വരുന്നിടത്തായിട്ടാണ് മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം. അവിടെ ഇടതുഭാഗത്തും കൂടെ കുറച്ച് അവർ നമ്മൾ നോക്കിയപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുള്ള പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവർ കുറച്ചും കൂടെ ടാർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വലിയ പണിയൊന്നുമില്ല. അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പുറത്ത് മണ്ണൊക്കെ ഇനി ഒരുപാട് കൊണ്ടുവന്ന് ഇടാനുണ്ട്. നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അണ്ടർപാസിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വലിയ പണിയൊന്നും പിന്നെ പുരോഗമിച്ചിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇനി നമ്മൾ നേരെ വരുന്നത് കൃഷ്ണപുരം ഭാഗത്തേക്കാണ് വരുന്നത്. കൃഷ്ണപുരം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് പിന്നെ കൃഷ്ണപുരം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആദ്യം നമ്മുടെ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വരുന്ന ഭാഗത്തായിട്ടായിരുന്നു പൈലിംഗ് വർക്കുകളും എല്ലാം കുറച്ച് നടന്നിരുന്നത്. പിന്നെ ഇപ്പം കുറച്ചും കൂടെ നമ്മൾ അപ്പുറത്തോട്ട് വരുമ്പം ആ ഒരു ഭാഗത്തും, അതായത് തോടിൻ്റെ അപ്പുറത്തെ സൈഡിലും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറേയൊക്കെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന സ്ഥലത്തായിട്ട് തന്നെ മരങ്ങളും തെങ്ങുകളൊക്കെ കൂടുതലുള്ളത് മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസം ഈ ഒരു ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം രണ്ട് തൂണുകളിലായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇടത്തെ സൈഡിലായിട്ട് മെറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് ഇനി കൃഷ്ണപുരം കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് വരുന്നത് KPSC ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് പിന്നെ അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഉള്ളത്. ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം കാണുന്നത് ഇടത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത്രയും പണിയേ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. വലിയ പണിയൊന്നും ഇവിടെയും പുരോഗമിച്ചിട്ടില്ല. പഴയ പോലെ തന്നെ കിടക്കുകയാണ്. എന്നിട്ട് മുമ്പോട്ട് വരുമ്പോൾ കാണുന്ന ഇവിടെയാണ് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം. നമ്മൾ നേരെ വരുന്നത് KPSC ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് പഴയ റോഡ് പൊളിച്ച് ക്രഷ് ചെയ്തത് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ കുറച്ചും കൂടെ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് ഉറപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. അല്ലാതെ സ്പീഡിലായിട്ടുള്ള പണി പുരോഗമിച്ചിട്ടില്ല. ഇവിടെ കുറച്ച് നീളത്തിലായിട്ട് ഇടത്തെ സൈഡിൽ 6 വരി പാത കടന്നു പോകുന്ന ഭാഗത്ത് കുറച്ച് മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം എത്തിയിരിക്കുന്നത് KPSC ജംഗ്ഷനാണ്. വലതുഭാഗത്ത് കാണുന്നതാണ് KPSCയുടെ ബിൽഡിങ്. 2 വണ്ടി KPSCയുടെ നാടകത്തിന് പോകുന്ന വാഹനങ്ങളാണ് അവിടെ കിടക്കുന്നത്. അപ്പം നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം ഭാഗത്തേക്കാണ്. KPSC ജംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പം ഇവിടെ അത്യാവശ്യം ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗമാണ്. വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇടതുഭാഗത്തെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെയാണ്, കൃത്യം അതിൻ്റെ നടുക്കായിട്ട് തന്നെയാണ് പഴയ പോസ്റ്റ് നിൽക്കുന്നത്. അതെല്ലാം ഇനി എടുത്ത് മാറ്റിയിട്ടുള്ള ബാക്കി ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി
തുടങ്ങാനുണ്ട്. ഇവിടെ കുറച്ചും കൂടെ പണി പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതു ഭാഗത്ത് കുറച്ചും കൂടെ ടാറിങ് കഴിഞ്ഞതാണ്. അത് നമ്മൾ നേരത്തെയും കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇടതു ഭാഗത്ത് ഇനി ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പുരോഗമിക്കാനുണ്ട്. ബാക്കിയുള്ള സൈഡിലൊക്കെ ആയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരണം. ഇടത്തെ സൈഡിൽ നിലവിൽ നമ്മുടെ ഇപ്പം പോകുന്ന റോഡിൻ്റെ ഇടത് ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗവും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തിനെയും വേർതിരിച്ചുകൊണ്ട് ക്രാഷ് ബാരിയർ നിർമ്മിക്കാനുണ്ട്. അപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ചും കൂടെ മണ്ണ് ഇട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. നമ്മളിനി നേരെ വരുന്നത് കായംകുളം ഭാഗത്തേക്കാണ്. ഇവിടെയൊക്കെ പിന്നെ നമ്മൾ എനിക്ക് തോന്നിക്കുന്നത് നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ്. പിന്നെ കുറച്ച് ബോക്സ് കൾവർട്ട് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇനി റോഡ് വെട്ടിപ്പൊളിച്ചേച്ച് ഈ ബോക്സ് കൾവർട്ട് ഇറക്കിയിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പണി നടക്കത്തുള്ളൂ. ഇനി നേരെ വരുന്നത് കായംകുളം ഭാഗത്തേക്കാണ് വരുന്നത്. കായംകുളം ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് കാണാം ഒത്തിരി നാളായിട്ട് പണിയൊന്നും നടക്കാതിരിക്കുന്ന ഭാഗമാണ്. പോച്ചയൊക്കെ കിളിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇപ്പം ഇടതുഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണി അവിടെ ഇടത്തെ സൈഡിലായിട്ട് ഇപ്പം ആ ഒരു റിട്ടേണിംഗ് വാൾ വെച്ചേക്കുന്നതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് ഇപ്പം കായംകുളത്തെ വലിയ അണ്ടർപാസിൻ്റെ ഇടതുഭാഗത്ത് ബാക്കിയായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുതിയൊരു അപ്ഡേറ്റാണ്. കുറച്ച് നാളായിട്ട് നിർത്തിവെച്ചിരുന്ന ഒരു പണിയാണ്. ഇപ്പം ഇടതുഭാഗത്തായിട്ട് അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് കായംകുളം പാലത്തിൻ്റെ നിർമ്മാണം, പുതിയതായിട്ട് നിർമ്മിക്കുന്ന നിലവിലെ പാലത്തിൻ്റെ 2 സൈഡിലായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കായംകുളം ബസ് സ്റ്റാൻഡ് വലതു ഭാഗത്തായിട്ട് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരുന്ന സ്ഥലത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കായംകുളത്ത് വരുന്ന പുതിയ മാളിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കാണുന്നതാണ് പുതിയ മാള്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകദേശം അന്തിമഘട്ടത്തിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് അടുപ്പിച്ചിരിക്കുന്ന 2 പിയറുകൾ തമ്മിലുള്ള കോൺക്രീറ്റ് വർക്കുകൾ ടോപ്പിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വലതു ഭാഗത്ത് വടക്കേ സൈഡിലായിട്ടുള്ള 2 പിയറുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തുള്ള അപ്ഡേറ്റും പിന്നെ നമ്മൾ ഇവിടെ കായംകുളത്തെ വലിയ അണ്ടർപാസിൻ്റെ അപ്ഡേറ്റുമാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അല്ലാതെ വലിയ പണികളൊന്നും പുരോഗമിച്ചതായിട്ട് കാണുന്നില്ല. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.